ലോകത്തെ അതിസമ്പന്നരിൽ പ്രധാനിയായ ഗൗതം അദാനിയുടെ ഇളയ മകൻ ജീത്ത് കഴിഞ്ഞ ദിവസമാണ് വിവാഹിതനായത്. വമ്പൻ വിവാഹ ആഘോഷം കാത്തിരുന്നവർക്ക് തീർത്തും നിരാശ സമ്മാനിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തെ പ്രമുഖ വ്യവസായിയും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൗതം അദാനിയുടെ ഇളയ മകന്റെ വിവാഹം. കഴിഞ്ഞ വർഷം നടന്ന ആനന്ദ് അംബാനി രാധിക വിവാഹത്തോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും ഈ കല്യാണവുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ നടന്നത്. എന്നാൽ താൻ സാധാരണക്കാരനായാണ് വളർന്നത്, അതുകൊണ്ട് മകന്റേത് സാധാരണ വിവാഹമായിരിക്കുമെന്നും ഗൗതം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അഹമ്മദാബാദിലെ അദാനി ടൗൺഷിപ്പായ ശാന്തിഗ്രാമത്തിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. ഗുജറാത്തിലെ പ്രമുഖ വജ്രവ്യാപാരി ജെയ്മിൻ ഷായുടെ മകൾ ദിവ്യയാണ് വധു. 2023 മാർച്ചിലായിരുന്നു ദിവ്യയും ജീതും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. അതിനാൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹം തന്നെയായിരുന്നു ഇത്. പരമ്പരാഗത ഗുജറാത്തി ജെയിൻ ആചാരപ്രകാരം വളരെ ലളിതമായ രീതിയിലാണ് വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. പാരമ്പര്യം, സംസ്കാരം, സാമൂഹ്യ സേവനം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു വിവാഹ ഒരുക്കങ്ങൾ. ഭിന്നശേഷിക്കാരായ 500 സ്ത്രീകളുടെ വിവാഹത്തിനായി 10 ലക്ഷം രൂപ വരെയുള്ള സംഭാവന നൽകുമെന്ന് ദമ്പതികൾ വിവാഹ ദിവസം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ജീത്തും ദിവ്യയും വിവാഹത്തിന് ധരിച്ച വസ്ത്രങ്ങൾക്കും പ്രത്യേകതകൾ ഏറെയാണ്. ഇരുവരുടെയും നിർദ്ദേശപ്രകാരം പ്രമുഖ ഫാഷൻ ഡിസൈനറായ മനീഷ് മൽഹോത്ര അംഗപരിമിതർക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുമായി കൈകോർത്താണ് ചടങ്ങിനായുള്ള ഷാൾ നിർമ്മിച്ചത്. മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് 10,000 കോടി രൂപ സാമൂഹിക സേവനത്തിനായി മാറ്റിവെച്ചതായി അദാനി അറിയിച്ചു. മകൻ ജീത്ത് അദാനിയുടെ വിവാഹത്തിന് ആർഭാടങ്ങൾ ഒഴിവാക്കുമെന്ന് അദാനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സാമൂഹ്യ സേവനത്തിനായി 10,000 കോടി രൂപ മാറ്റിവെക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കോടീശ്വരനായ ബിസിനസ് ഐക്കന്റെ മകന്റെ വിവാഹത്തിനായി കോടികൾ പൊടിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. മാത്രമല്ല, പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2010 ജീത്ത് അദാനി ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നത്. അദാനി വിമാനത്താവളങ്ങളുടെയും അദാനി ഡിജിറ്റൽ ലാബുകളുടെയും ചുമതല വഹിക്കുന്നത് ജീത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കൂടുതൽ കളറാകുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. എന്നാൽ വ്യത്യസ്തനായിരിക്കുകയാണ് ഗൗതം അദാനി എന്ന അച്ഛനും ബിസിനസ്സുകാരനും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.